ഹലോ യൂട്യൂബിലെ എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ്റെ ഒരു കിലോ മത്തിയുടെ മുട്ടയാണ് കേട്ടോ, പല്ലിഞ്ഞിൽ. അപ്പം നമുക്കിതിൻ്റെ തോരനാണ്. അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് മത്തി വിനാഗിരിയിട്ട് തിളപ്പിക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിനി വേണ്ടത് പച്ചമുളക്, വേപ്പില, സവാള ഉള്ളത്. നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. ഇതിൻ്റെ അകത്ത് നമ്മൾ അന്നരച്ച് വെച്ചിട്ടുണ്ടായല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ്, അതാണ് ചേർക്കുന്നത്. ഒരുപാട് താമസിച്ച് നമുക്ക് ആ മീനിൻ്റെ മുട്ട തോരൻ വയ്ക്കാം. നമുക്ക് കുറച്ച് മത്തി വിനാഗിരിയിട്ട് തിളപ്പിക്കാം. അതിന് ചട്ടി ചൂടായി നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഉള്ളി അരിഞ്ഞത് അതെല്ലാം വഴറ്റിട്ട് കേട്ടോ. അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും ഒരുപാട് കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ വീഡിയോസ് മുഴുവനും കണ്ടുപോകുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ, ആരും മറന്നു വരുതേ. എന്നിട്ട് മുട്ടത്തോരല് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതിൻ്റെ അകത്ത് ഇച്ചിരി കുരുമുളക് പൊടി ചേർക്കണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വരുന്നു. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, 2 കറി അതേപോലെ. അപ്പോൾ ഇത് നല്ലപോലെ ഒരിച്ചെടുക്കാം. ഇതിൻ്റെ അകത്ത് മീൻ്റെ മുട്ടയിടാം. 1 കിലോ മത്തിയുടെ മുട്ടയാണ് കേട്ടോ. അപ്പം നല്ലപോലെ വഴറ്റുക. പല്ലിഞ്ഞിൽ തോരൻ. ഇതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങാപ്പീര കൂടെ ചേർക്കാം കേട്ടോ.
ഇതവിടെ കുക്കാവട്ടെ. നമുക്ക് വിനാഗിരിയിട്ട കറി ശരിയാക്കാം. ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, വേപ്പില ഇവിടെ അരിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് 2 സ്പൂണ് മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം. വിനാഗിരി ഇട്ട് തിളപ്പിക്കണതിനകത്ത് നമ്മൾ മല്ലിപ്പൊടി ചേർക്കില്ല കേട്ടോ. അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് വിനാഗിരി ഒഴിക്കാം. പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു കറിയാണ് അത്. ഇതിൻ്റെ അകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. കരിഞ്ഞിലും ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇത് നല്ലപോലെ വെട്ടിത്തിളക്കട്ടെ. എൻ്റെ വീഡിയോസ് കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 200 സബ്സ്ക്രൈബ് ആയിട്ടുള്ളൂ. ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ 500 സബ്സ്ക്രൈബ് മതി എന്നാണ് പറയണത്, കേൾക്കണം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോളേ എനിക്കൊരു ചെറിയ വരുമാനമൊക്കെ കിട്ടിത്തുടങ്ങുള്ളൂ. സാധാരണക്കാർക്ക് വേണ്ടി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അവരൊക്കെ ഉയർച്ചയിലെത്തട്ടെ. സാധാരണക്കാർ എപ്പോഴും സാധാരണക്കാരെ പോലെ തന്നെയാണ് ജീവിക്കണം. അവർക്ക് ഉയർച്ചയില്ല. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പനിനീര് തോരൻ റെഡി ആയിട്ടുണ്ട്. നീര് തീയിൽ വയ്ക്കാതെ നമ്മുടെ വിനാഗിരിട്ടത് തിളക്കട്ടെ. നമ്മുടെ മത്തിയേക്കിടാം. വിനാഗിരിയിൽ തിളപ്പിക്കുമ്പോൾ എങ്ങനെ ഇരിക്കൂല കേട്ടോ. നല്ലതാണ്. മല്ലിപ്പൊടി ഇടരുത് ഇതിൽ ഒരു കാരണവശാലും. മീൻ പനിഞ്ഞിൽ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയാൽ ഇത് നമ്മൾ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ചെയ്യാൻ നോക്കണം കേട്ടോ. മാക്സിമം ഓയിൽ ഒഴിച്ച് അതിൻ്റെ ടേസ്റ്റ് പോയേ. ഓക്കെ, സൂപ്പറായിട്ടില്ലേ? നമ്മുടെ വിനാഗിരിയിട്ട് തിളപ്പിച്ചത് റെഡിയായി. ഒരുപാട് താമസിച്ച് കറി വയ്ക്കാൻ. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് മീനൊക്കെ വാങ്ങിയത്. നമുക്ക് ഉച്ചയ്ക്കൊക്കെ ഒരു കറിയൊക്കെ ആയിരുന്നു. എല്ലാവരും 11 മണിയൊക്കെ ആവും ചോറ് നമ്മൾ താമസിച്ചത് കാരണം. അപ്പം നമ്മുടെ നോക്കി സൂപ്പറായിട്ടായിട്ടാണ് നോക്ക്.
ഇതിങ്ങനെ മത്തി തിളപ്പിച്ച് സൂപ്പറായിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യാൻ മറക്കരുത്. വീഡിയോ കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടതിന് ശേഷം മറന്നു പോകരുത്. എല്ലാവരും ജോലിക്കൊക്കെ പോകണമെന്നുള്ള വീഡിയോ കണ്ടതിന് ശേഷം മറന്നു പോകും. അപ്പം ആദ്യം തന്നെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ. വ്യൂസൊക്കെ നല്ലപോലെ ഉണ്ട്. നല്ല വീഡിയോസൊക്കെ ചെയ്യണം. ഇടയ്ക്കൊക്കെ എന്തെങ്കിലും കോമന്റ് തരമൊക്കെ ഇടും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ പനീർ തോരൻ സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. ഇച്ചിരി ഉപ്പ് വരാം. ചോറൊക്കെ കേട്ടാൽ നല്ല സൂപ്പറാണ് അത്. ഇന്നത്തെ വീഡിയോ നമ്മുടെ മത്തിക്കറി നോക്കി നല്ല അടിപൊളിയായിട്ട് വിനാഗിരിയിൽ വെച്ചാണ്ടാ. എപ്പോഴും ഞാൻ മത്തിക്കറി കാണിക്കാറുണ്ട്. പക്ഷേ നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുക അതൊക്കെ മാത്രമേ ഉള്ളൂ. പച്ചക്കറി വാങ്ങിച്ച് കഴിക്കുന്നതിലൊക്കെ ബെറ്റർ. നമുക്ക് 500, 1000, 2000 മീൻ വാങ്ങിക്കാൻ പറ്റില്ല. നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വാടക, കറണ്ട് ബില്ലൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഫുഡിനുള്ള കാശൊക്കെ ഇതാക്കണം. അപ്പോൾ മത്തിയെങ്കിലും മത്തി നമുക്കങ്ങനെ വലിയ നാണക്കേടൊന്നുമില്ല. പട്ടിണി കിടക്കണേലൊക്കെ അത്ര ബെറ്ററാണ്. പത്തി മഴിച്ച് കറങ്ങിപ്പോൾ പത്തിക്ക് 1 കിലോ 100 രൂപയുള്ളൂ. 1 കിലോ മത്തിയുടെ മതി. നിങ്ങൾ 4-5 പേരുണ്ട്. അപ്പം എപ്പോഴും മത്തിയാണ് എപ്പോഴും കറി വെച്ചിരുന്നത്. ഞങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ മത്തിയൊക്കെ തന്നെ വലിയ ഇതും ഒരിത്തിരി ചാറും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സദ്യ ഉണ്ണണയിൽ സൂപ്പറായിട്ട് ഇത് കഴിക്കാം. അപ്പം വയറും നിറയും, മനസ്സും നിറയും. ഇന്നത്തെ വീഡിയോ ഇതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ശുഭരാത്രി.